ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവ് എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ഷീഷു അങ്ങനെ ചെങ്ങ് അവൻ്റെ വീട്ടിൽ കിച്ചണിലേക്ക് കൊണ്ടുവന്നിട്ട് ക്ലോസ് ആയിട്ട് ഇരുന്നായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അത് തന്നെയാണ് കാണിക്കുന്നത്. അവനെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് പിടിച്ചിരുത്തിയിട്ട് ചെങ്ങ് പറയുന്നുണ്ട്, നിനക്ക് ഭയങ്കര കുരുത്തക്കേടും അനുസരണക്കുറവുമാണ്, ഞാൻ പിടിച്ചു വെച്ചിട്ട് നിൻ്റെ ബാക്കിൽ ഒരു അടി എന്നാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്ലോസ് ആയി ചെല്ലുന്നുണ്ട്. ഷീഷു അങ്ങനെ ആണെങ്കിൽ നല്ല ടെൻഷനും ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് എനിക്ക് വിശക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ ചെങ്ങ് ഓക്കെ നീ ഇവിടെ ഇരിക്കുക, ഞാൻ നിനക്ക് ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്കൊന്ന് വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം കൊണ്ട് ഷീഷു നോക്കുമ്പോൾ ആ റൂം ഭയങ്കര ചൂടായിരുന്നു. അവനങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവൻ എങ്ങനെ ഇവിടെ താമസിക്കുന്നത്, അവൻ എങ്ങനെ അവൻ്റെ പാമ്പുകൾ ഇവിടെ വളർത്തുന്നത്, ഇവിടെ ഭയങ്കര ചൂടാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. ആ വെള്ളവും തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യാണ്. ആ ടൈമിലാണ് അവൻ കാണുന്നത് ചെങ്ങ് എടുത്തുകൊണ്ട് പോയ അവൻ്റെ ആ ഒരു മുട്ടായികളെല്ലാം അതിൻ്റെ അകത്തിരിക്കുന്നത്. ചെങ്ങിൻ്റെ അടുത്ത് അവൻ ചോദിച്ചപ്പോൾ തൻ്റെ ഗേൾ ഫ്രണ്ട് അവനത് കൊടുത്തു എന്ന് പറഞ്ഞെങ്കിലും ചെങ്ങെല്ലാം നേരത്തെ കിട്ടിയ മുട്ടായികൾ സൂക്ഷിച്ച് വെച്ചിരുന്ന പോലെ തന്നെ അതേ സെയിം ബോക്സിൽ എല്ലാ മുട്ടായും സൂക്ഷിച്ച് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും ഇവന് സന്തോഷമാവുന്നുണ്ട്. ആ ടൈമിലാണ് കറക്റ്റ് ചെങ്ങ് തിരിച്ചു വരുന്നത്. അതേസമയം ഷീഷു അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഷീഷു അങ്ങ് ആ മുട്ടായിയൊക്കെ നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണുവാണ്. നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് ഉണ്ടായിരുന്നു. അവന് മനസ്സിലാവുന്നുണ്ട് ഒരെണ്ണം പോലും ചെങ്ങാണെങ്കിൽ യൂയ്ക്ക് കൊടുത്തിട്ടില്ല, എല്ലാം ചെങ്ങ് തന്നെ വച്ചേക്കാണെന്ന്. അങ്ങനെ അവൻ ചിരിക്കുന്നുണ്ട്, ഈ ഒരു സംഭവം ചെങ്ങ് കാണുന്നുണ്ട്. എന്നിട്ട് ചെങ്ങ് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് അതൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവനൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇത്ര പെട്ടെന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നോന്ന്. ആ സമയം ചെങ്ങ് 2 കവർ നിറച്ച് സ്നാക്സ് കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ നിൻ്റെ ഫേവറേറ്റ് അല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഷീയാണെങ്കിൽ അവിടെ ലിവിങ് റൂമിലെ സോഫയിലാണെന്ന് തോന്നുന്നു, എവിടെയോ ഉള്ളൊരു സോഫയിൽ ഇരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം, കുറച്ചുകൂടെ വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അവൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല എന്ന്. ആ സമയമാണ് നമ്മുടെ ചെങ്ങിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. ഇവൻ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലുള്ള ടേബിളിലായിരുന്നു ചെങ്ങിൻ്റെ ഫോൺ ഇരിപ്പുണ്ടായിരുന്നത്. ഇവ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് യൂയുടെ ഒരു മെസ്സേജ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവളിട്ട മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിളിച്ചിട്ട് എന്താ നീ കോൾ എടുക്കാത്തതെന്നായിരുന്നു. അപ്പോൾ അവൾ ഹബ്ബി എന്നിങ്ങനെ പറയട്ടെ, അതായത് ഹസ്ബൻഡ് ഇങ്ങനെ ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുന്ന ആ രീതിയിൽ വിളിച്ചിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വോയിസ് മെസ്സേജ് കേൾക്കുന്നതും ഷീഷോങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവൾ സ്വയം പറയുന്നുണ്ട്, 3 വർഷമായിട്ട് നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു, എന്നിട്ട് ഒരിക്കൽ പോലും നീ എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല, ഇപ്പം ജസ്റ്റ് ഡേറ്റ് ചെയ്ത് തുടങ്ങിയ നീയാണെങ്കിൽ അവനെ അങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ എന്ന്. ആ ടൈമിലാണ് കറക്റ്റ് ചെങ്ങ് കുളിച്ചിട്ട് വരുന്നത്. അവനാണെങ്കിൽ വന്നോണ്ടേ തന്നെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഷീഷോ അങ്ങനെ അവിടെ സോഫയിൽ പിടിച്ച് കിടത്തിയിട്ട് കിസ് ചെയ്യാനും ഇൻറ്റിമേറ്റ് ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയം ഷീഷോ ആണെങ്കിൽ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വാശിയേറിയിട്ട് ഇപ്പം തന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഡ്രസ്സിലൊക്കെ പിടിക്കുന്നുണ്ട്. ആ സമയം ഷീഷോ അവനെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് അവൻ്റെ പുറത്ത് കയറിയിട്ട്, നിനക്കാണെങ്കിൽ കുറേ പയ്യന്മാരോട് ഇതൊക്കെ ചെയ്തിട്ട് കുറേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പം പിന്നെ എന്നോട് ചെയ്താലും നിനക്കങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. ഒരു കാര്യം ചെയ്യാം, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അപ്പം പിന്നെ ഞാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ്ങിൻ്റെ അടുത്ത് ചെങ്ങ് നീ എന്ത് ചെയ്യുമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഷീഷോങ് ആണെങ്കിൽ അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ടോപ്പ് ആവാം, നീ ഇന്ന് ബോട്ടം ആവ്, ഞാൻ എല്ലാം ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങാണെങ്കിൽ അങ്ങനെയാണല്ലോ നിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് ഷീഷോങ്ങിനെ വീണ്ടും അവിടെ പിടിച്ച് കിടത്തിയിട്ട് ഫോഴ്സ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് പറയുന്നുണ്ട്, നീ ഇതുപോലെ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഫിസിക്കലി ഇങ്ങനെ റിലേഷൻ വരുന്നു എന്നുള്ള ശരിയാണ്, പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അടുത്തൊന്നും തോന്നത്തില്ല. അതുകൊണ്ട് നീ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നും തോന്നത്തില്ല, ഒരിഷ്ടം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ എഴുന്നേറ്റ് മാറിയിരിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് വീണ്ടും, ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, വേണമെങ്കിൽ ഞാൻ ടോപ്പ് ആവാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, നിനക്കിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നുള്ള കാര്യമൊന്നും നീ ചിന്തിക്കാൻ നിൽക്കണ്ട, അവൾ അറിയാത്ത സമയത്ത് നമുക്ക് 2 പേർക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ചെങ്ങ് അപ്പോൾ എങ്കിൽ പിന്നെ ഇപ്പോഴേ തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങ് അത്ര പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കുമെന്ന് അവൻ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഷീഷോങ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. എന്നാൽ ഷീഷോങ് അന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല, ചെങ്ങിൻ്റെ കൂടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരാണെങ്കിൽ ഒരുമിച്ച് ചെങ്ങിൻ്റെ ബെഡിൽ തന്നെയാണ് കിടന്നത്. എന്നാൽ കിടന്നത് ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു, അതായത് ചെങ്ങിൻ്റെ തല എവിടെയാണ് വെച്ചേക്കുന്നത് അവിടെ ഷീഷോങ്ങിൻ്റെ കാലാണ് വരുന്നത്. ഇവർ ഉറങ്ങാൻ കിടന്നെങ്കിലും എത്ര കിടന്നിട്ടും ഷീഷോ അങ്ങനെ അങ്ങോട്ട് ഉറക്കം വരുന്നില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഉറങ്ങുന്നുണ്ട്. ആ ഉറക്കത്തിൽ തന്നെ വെള്ളം എന്തോ കുടിക്കാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവൻ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതിന് പകരം ചെങ്ങ് കിടക്കുന്ന പോലെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കിടക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് ഉറക്കണീക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഷീഷോങ് ഉറക്കത്തിലായിട്ടുണ്ടായിരുന്നു. അവൻ ഉറക്കത്തിൽ നീയാണ് എപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ വരുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചെങ്ങിനെ വെറുതെ കളിപ്പിക്കാനായിട്ട് ഷീഷോങ് മനഃപൂർവ്വം പറയുവാണെന്ന് കരുതിയിട്ട് ചെങ്ങ് പറയുന്നുണ്ട് അഭിനയിച്ച മതിയെന്ന്. എന്നാൽ പിന്നീട് അവന് മനസ്സിലാവുന്നുണ്ട് ഷീഷോങ് ശരിക്കും ഉറക്കമാണെന്ന്. അങ്ങനെ ഷീഷോങ്ങിന് ഷീറ്റൊക്കെ ഇങ്ങനെ മൂടി കൊടുക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ഷീഷോങ് ആണെങ്കിൽ തിരിച്ച് നമ്മുടെ ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ആ സമയം ജിയാങ് ആണെങ്കിൽ ഇവനെ കണ്ടിട്ട് ഇന്നലെ രാത്രി മൊത്തം എവിടെയായിരുന്നു നോക്കിയാണ്. ആ ടൈമിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവാനുള്ള ശ്രമിക്കുന്ന ടൈമിൽ ചെങ്ങ് ഷീഷോങ്ങിൻ്റെ ഇടുപ്പിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷീഷോങ്ങിന് ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ
ജിയാങ്ങിൻ്റെ അടുത്ത് എൻ്റെ ഇടുപ്പിലൊന്ന് കൈവയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. അവൻ പക്ഷേ വയ്ക്കുമ്പോഴത്തേക്കും നേരത്തെ ഉണ്ടായ ആ ഒരു ഫീലിംഗ് ഇപ്പം തോന്നുന്നില്ല. അപ്പോൾ ഷീഷോങ് വിചാരിക്കുന്നുണ്ട് അവനെന്താ എന്നെ തൊടുമ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന്. ആ സമയം ജിയാങ് ഞാൻ ഒരു കാര്യം അറിഞ്ഞു, നീ വാന്ന് പറഞ്ഞിട്ട് അവൻ അകത്തുള്ള റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ഇപ്പോൾ ചെങ്ങിനെയും ചെങ്ങുവിനെയും കുറിച്ചൊരു കാര്യം അറിഞ്ഞു. അവർ തമ്മിൽ ലവിൻ്റെ കാര്യത്തിൽ ഒരു ശത്രുതയായിട്ട് ചെങ്ങിൻ്റെ എക്സായിട്ടിരുന്ന വാങ് ഷുവാവോ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ അവനുമായിട്ട് ചെങ്ങു ആണെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സംഭവം നടന്നതിന് ശേഷം വാങ് ഷുവായോയും ചെങ്ങും തമ്മിൽ ബ്രേക്കപ്പായി. വാങ് ഷുവാവോ ആണെങ്കിൽ എബ്രോഡ് പോവുകയും ചെയ്തു. എന്നാൽ അത്രയും കാലം നല്ല കട്ട ഫ്രണ്ട്സായി സഹോദരങ്ങളായിട്ടിരുന്ന നമ്മുടെ ചെങ്ങും ചെങ്ങുവും അതിനുശേഷം അത്ര ക്ലോസ് അല്ലായിരുന്നു. ചെങ്ങു ആരെ സ്നേഹിച്ചാലും ചെങ്ങാണെങ്കിൽ ആ പയ്യന്മാരെ എപ്പോഴും തട്ടിയെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നീയാണെങ്കിൽ റിവെഞ്ച് എടുക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം പ്രശ്നമാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് ഒന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഇതിൽ നിന്ന് അത്ര എളുപ്പത്തിൽ പുറത്തേക്ക് വരാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. ആ സമയം ജിയാങ് ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടിയിട്ട് ചെങ്ങിയുമായിട്ട് ഞാൻ സംസാരിക്കാം, ഇനിയിപ്പോൾ അവന് നമ്മളെ പ്ലാൻ വല്ലതും മനസ്സിലായിട്ടുണ്ടെങ്കിലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് പറയുന്നുണ്ട് നീ ഇത്രയും മുൻഗണന എടുത്തിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയുന്നതിൻ്റെ കാരണം എനിക്കറിയാം. വാങ്ങും അവനും തമ്മിലുണ്ടായ റിലേഷൻഷിപ്പിൻ്റെ ഗോസിപ്പൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നീ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ്. അത് ശരിയായതുകൊണ്ട് തന്നെ ജിയാങ്ങിന് പിന്നെ പറയാനായിട്ട് അങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഷീഷോങ് ആണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ടേബിളിൽ കുറേ പുതിയ സാധനങ്ങൾ ഇരിക്കുന്നതായിട്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് ഇത് എവിടെ നിന്നാണ് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ ചെങ്ങാണെങ്കിൽ ഇന്നലെ ഇവിടെ വന്നായിരുന്നു. ആ സമയം വീണ്ടും കൊണ്ടുവന്ന കുറേ സാധനങ്ങളാണ്, നല്ല പയ്യനാണ്, നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഷീഷോങ്ങിനെന്തോ അവൻ്റെ ഇതൊന്നും കിട്ടിയതിൽ അത്ര ഒരു ഇതില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മയുടെ അടുത്ത് നമ്മളിത് വാങ്ങാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അമ്മ ശരിയാണ്, ഒരു കാര്യം ചെയ്യുക, അതിന് പകരമായിട്ട് അവനാണെങ്കിൽ നീ കുറേ ചോളം കൊണ്ട് കൊടുക്കുക. അവൻ അന്നിവിടെ വന്ന സമയത്ത് അവനത് നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കുക്ക് ചെയ്ത് തരാം, നീ അവന് കൊണ്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഷീഷോങ് ഓക്കെ എന്നും പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചെങ്ങിനെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ചോളം എല്ലാം അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ അവൻ്റെ ഓഫീസിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് അതിൽ നിന്നൊന്ന് എടുക്കാൻ നിൽക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ നീ പോയി വേറെ വാങ്ങിച്ച് കഴിക്കാനായിട്ട്. എന്നിട്ട് ചെങ്ങ് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തു വന്ന്. ആ സമയം അതെ അതെ, ഞാനാണെങ്കിൽ പാമ്പുകൾ വിൽക്കുന്ന ഒരു ഡീലറുമായിട്ട് സംസാരിച്ചു. അയാൾ വഴി അറിയാൻ കഴിഞ്ഞു ഇതുപോലെ നിങ്ങളുടെ പാമ്പ് നിങ്ങളുടെ അച്ഛൻ അറിയാതെ ചില ആൾക്കാർ വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന്. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് അയാൾ വഴി നമ്മുടെ പാമ്പുകൾ തിരിച്ചെടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം എൻ്റെ അച്ഛന് ഡൗട്ട് വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല, ആർക്കും ഇതുവരെ ഡൗട്ടൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് ചെങ്ങിനെ കോൾ ചെയ്യാണ്. ചെങ്ങ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഷീഷോങ് പറയുന്നുണ്ട് ഇന്നാണെങ്കിൽ ഞാൻ ഭയങ്കര ടയേർഡാണ്, ഇന്ന് കുറേ ജോലി ചെയ്യാനുണ്ടായിരുന്നു. 2 പാമ്പുകളുടെ കൂട് വൃത്തിയാക്കി, പിന്നെ ഈ പാമ്പുകൾക്ക് മുട്ടയിടുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ടെമ്പറേച്ചർ അനുസരിച്ച് എന്തിനാ മാറ്റി മാറ്റി ഇങ്ങനെ വയ്ക്കേണ്ടി വരുന്നത്, ഞാനാണെങ്കിൽ മടുത്തു. അതിനിടയിൽ പാമ്പിൻ്റെ നിന്ന് കടിയും കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേ ടെൻഷനായിട്ട് ചെങ്ങാണെങ്കിൽ ശരിക്കും കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഷീഷോങ് ഇല്ല അങ്ങനെ കിട്ടിയില്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ കൈയെടുത്ത് മാറ്റിയെന്ന് പറയുന്നുണ്ട്. ചെങ്ങാ സമയം നാളെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, നീയാണെങ്കിൽ പുറത്ത് പോകുന്നെങ്കിൽ കയ്യിലൊരു കുട വച്ചേക്കാൻ പറയാണ്. ആ സമയം പിന്നെ അതിന് മറുപടിയായിട്ട് ഷീഷോങ്ങിന് എന്ത് പറഞ്ഞെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ബിസിയാണെന്ന് പറയും കോൾ കിട്ടിയുന്നുണ്ട്. ഇതേ സമയം ഈ നടക്കുന്ന ഫോൺ കോളെല്ലാം തന്നെ കേട്ടോണ്ട് ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് അവിടെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് കോൾ കട്ടായി കഴിഞ്ഞതും ആരടുത്താണ് സംസാരിക്കുന്നത് ഞാൻ കുറേ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എപ്പോഴും ഫുൾ ടൈം ഫോണിലാണ്, എന്തോ ഉണ്ടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ അവനെ തുറച്ചു നോക്കാണ്. അവിടെ നിന്ന് അടി വീഴുമെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല, റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ചെങ്ങുവിനെയാണ്. ചെങ്ങു ഇപ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റിനോട് ഇങ്ങനെ അവരുടെ പാമ്പുകളെ ഇങ്ങനെ നോക്കുന്ന ടൈമിനാണ് അതിൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നത് ഉടനെ തന്നെ ചെങ്ങിൻ്റെ സിസ്റ്റർ എബ്രോഡിൽ നിന്ന് തിരിച്ചു വരും. പിന്നെ ഞാനാണെങ്കിൽ ജിയാങ്ങിനെ അന്ന് ഹോസ്പിറ്റലിൽ മീറ്റ് ചെയ്ത ടൈമിന് ജിയാങ് നിന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയാണ്. ആ സമയം അവൻ ചെങ്ങിനെ അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചെങ്ങിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം എന്തോ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് തന്നെ ഞാനങ്ങ് മൊത്തം പറയാതെ ഒഴിവാക്കി വിട്ടു എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ചെങ്ങുവിന് ഇപ്പോൾ അവനും പിന്നെ ഷീഷോങ് തമ്മിൽ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ട് നടത്തുന്ന പോലെയാണ് ഈ സംഭവം എന്ന് ഒരുവിധം മനസ്സിലായതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവനും ചെങ്ങും തമ്മിലുള്ള എന്തോ സംഭവം അറിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് അവൻ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ അവനാണെങ്കിൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഉറപ്പായിട്ട് നമ്മുടെ വണ്ടി തടങ്ങി നിർത്തിയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. ആസിം അസിസ്റ്റൻറ്റ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങി വാതിർക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ വണ്ടി എടുത്ത് ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ചെല്ലുമ്പോൾ ജിയാങ് ആണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലല്ല ചെടികൾക്ക് വെള്ളം ഒഴിക്കായിരുന്നു. അങ്ങനെ ജിയാങ് ശ്രദ്ധിക്കുന്ന രീതിയിൽ തന്നെ ജിയാങ് ഡോക്ടർ നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ വരുന്നത്. ആ സമയം ജിയാങ് ആണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. ആ സമയം നമ്മുടെ ചെങ്ങിയാണെങ്കിൽ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കാർ എടുത്തുകൊണ്ട് പോകാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ ജിയാങ്ങിന് നമ്മുടെ ചെങ്ങിയുമായിട്ട് ക്ലോസ് ആയാൽ മാത്രമേ പലതും അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് അവരുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുന്നുണ്ട്. ചെങ്ങിയോ എനിക്ക് പോയിട്ട് തിരക്കുണ്ടെന്ന് പറയുമ്പോൾ
ജിയാങ് ആണെങ്കിൽ നിൻ്റെ കാര്യം ഭയങ്കര സീരിയസ് ആണ്, നിനക്ക് എന്തോ ഒരു അസുഖമുണ്ട്, കാരണം നിൻ്റെ അടുത്ത് നിന്നപ്പോഴേ നിനക്ക് എന്തോ സംഭവിക്കാൻ പോവാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് നീ അകത്തേക്ക് കയറുവാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അകത്ത് ചെന്നിരിക്കുമ്പോൾ ചെങ്ങി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എൻ്റെ അസുഖത്തിന് ട്രീറ്റ് ചെയ്യേണ്ടത്. ആ സമയം അത് പിന്നെ നിനക്കാണെങ്കിൽ വളരെ വലിയ സ്നേഹം ആരുടെയെങ്കിലും അടുത്തുനിന്ന് വേണം. അത് പറഞ്ഞപ്പോഴാലോചിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനാണെങ്കിൽ പാമ്പുകളെയൊക്കെ വളർത്താറുണ്ട്, നീയും പാമ്പിനെ വളർത്തുന്നതല്ലേ, അപ്പോൾ അവന് എങ്ങനെയാണ് പാമ്പിനെയൊക്കെ വളർത്തുന്നതെന്ന് നീ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ, നീ എപ്പോൾ തൊട്ടാണ് പാമ്പിനെ വളർത്തി തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം കോളേജ് ടൈം തൊട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പെട്ടെന്ന് സന്തോഷിക്കുന്നുണ്ട്. കാരണം കോളേജ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വാങ്ഷുവാവോ ഇവനും തമ്മിൽ ആ ഒരു റിലേഷൻ നടന്നതും ചെങ്ങും അവനും ബ്രേക്കപ്പ് ആയതും ആ ഒരു കാര്യങ്ങളൊക്കെ നടന്ന സംഭവമാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ജിയാങ് ആണെങ്കിൽ ഇപ്പം ഇവനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയേക്കുന്നത് തന്നെ. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മനഃപൂർവ്വം ചെങ്ങിവാണെങ്കിൽ കോളേജ് ടൈം എന്നിങ്ങനെ എടുത്ത് പറഞ്ഞതും. അങ്ങനെ ജിയാങ് വാങ്ഷുവാവോ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള സമയമായി എന്നിങ്ങനെ കരുതിയിട്ട് ആ പറ എന്ന രീതി ഇരിക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ അവൻ്റെ പേര് പോലും മിണ്ടുന്നില്ല. പകരം എനിക്ക് കുറേ പാമ്പുണ്ടായിരുന്നു, നമ്മുടെ ചെങ്ങിനും കുറേ ഉണ്ടായിരുന്നു, എന്നാൽ ചെങ്ങിൻ്റെ പാമ്പെല്ലാം തന്നെ അവൻ അച്ഛൻ കൊണ്ടുപോയി, ഇപ്പം അവൻ്റെ ഇത് ആ ഒരൊറ്റ പാമ്പേ ഉള്ളൂ, അത്ര തന്നെ വേറൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സത്യം പറഞ്ഞാൽ ജിയാങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം അവൻ കേൾക്കണമെന്ന് വിചാരിക്കുന്ന സംഭവം അവന് കേൾക്കാൻ പറ്റുന്നില്ല. അതേ ടൈമിന് ഇതെല്ലാം കേട്ടോണ്ട് അങ്ങോട്ടേക്ക് ഷീഷിയോങ് കയറി വന്നിട്ട് അല്ല ചെങ്ങിൻ്റെ പാമ്പുകളെല്ലാം എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചെങ്ങിൻ്റെ പാമ്പുകൾ ഇഷ്ടം പോലെ ഉള്ളത് നഷ്ടപ്പെട്ട കാര്യമൊന്നും ഇതുവരെയായിട്ട് നമ്മുടെ ഷീഷിയോങ്ങിന് അറിയത്തില്ല. ചെങ്ങിന് പാമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഉണ്ട്, അത്ര മാത്രമേ ഷീഷിയോങ് അറിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന്. അങ്ങനെ ചെങ്ങി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പിന്നെ അവൻ്റെ പാമ്പിനെ എല്ലാം അവൻ്റെ അച്ഛൻ കൊണ്ടുപോയി, അങ്ങനെ അവന് കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം വന്നു. ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവനിപ്പോൾ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് നമ്മുടെ ഷീഷിയോങ് കേൾക്കുന്നത്. ഷീഷിയോങ് ഇത് കേട്ടോണ്ടേ തന്നെ നേരെ ചെങ്ങിനെ മീറ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഷീഷിയോങ്ങിൻ്റെ മുഖം ഇരിക്കുന്ന കാണുമ്പോഴേ എല്ലാം കഴിഞ്ഞു എന്ന് ജിയാങ് ഇങ്ങനെ സ്വന്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ ചെങ്ങി വേണമെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്ത് വീണ്ടും ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് തുടങ്ങുകയാണ്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ഷീഷിയോങ് നേരെ ചെങ്ങിൻ്റെ കമ്പനിയിലേക്ക് വന്നിട്ട് ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റിനെ മീറ്റ് ചെയ്തിട്ട് അവനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ട് നീ ഒരുപാട് വർഷമായിട്ട് ചെങ്ങിൻ്റെ കൂടെ ഉണ്ടോയെന്ന്. ആ സമയം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഷീഷിയോങ് ചോദിക്കുന്നുണ്ട് ചെങ്ങാണെങ്കിൽ ഇഷ്ടത്തോടെയാണോ ഈ ജോലി ചെയ്യുന്നത്, അവൻ എന്തുകൊണ്ടാണ് ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയെന്ന്. ആ സമയം അസിസ്റ്റൻറ്റ് പറയുന്നത് അവൻ ഇഷ്ടത്തോടെ ചെയ്തതെന്നല്ല, അവനാണെങ്കിൽ ആദ്യമേ ചെയ്തു തുടങ്ങിയ ജോലി എന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ പാമ്പുകളെ വളർത്തുക എന്നുള്ളതാണ്. പക്ഷേ അവൻ്റെ അച്ഛനാണെങ്കിൽ പാമ്പുകളെല്ലാത്തിനെയും വാങ്ങിച്ചു വെച്ചു. സോ അവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ പറയുന്നത് അനുസരിക്കാതിരിക്കാനായിട്ട് വേറെ വഴിയുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവൻ കമ്പനി ഏറ്റെടുത്തത്. ഇനിയിപ്പോൾ അവൻ മടുത്താൽ പോലും അവനാണെങ്കിൽ മുന്നോട്ട് നോക്കിക്കൊണ്ട് പോയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അവൻ്റെ പാമ്പിനെ പോലും അവന് തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും ഷീഷിയോങ്ങിന് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഷീഷിയോ ഓക്കെ ബായ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം തന്നെ അവന് വേറൊരു കോൾ വരുന്നുണ്ട്. അവനെ വിളിച്ചത് യുഇ ആയിരുന്നു. അങ്ങനെ യുഇ എന്തിനാ ഇപ്പോൾ തന്നെ കോൾ ചെയ്യുന്നത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. യുഇ അപ്പോൾ ഒരു കള്ളക്കരച്ചിൽ കരങ്ങിയിട്ട് ഇവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഞാനാണെങ്കിൽ കുറേ നേരം കൊണ്ട് ചെങ്ങിനെ കോൾ ചെയ്യുന്നു, പക്ഷേ ഞാൻ എപ്പോൾ വിളിച്ചാലും അവനാണെങ്കിൽ വേറെ കോളിലാണെന്നാണ് പറയുന്നത്. അവനാണെങ്കിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പിലായോ, അങ്ങനെ ആയെങ്കിൽ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞോ, സത്യമായിട്ട് ഞാൻ ആരുടെ അടുത്തും പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ അങ്ങനെയൊന്നും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ ഇവൻ്റെ അടുത്തൊന്നും ഒന്നും അറിയാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കുന്നതും അങ്ങ് കോൾ കട്ട് ചെയ്യുകയാണ്. അടുത്ത് വീണ്ടും ശേഷു അങ്ങനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തിരിച്ച് നടന്നു പോവാണ്. ഇതിൽ കൂടെ അവന് മനസ്സിലാക്കാൻ പറ്റിയത് ഇതാണെന്ന് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ അവന് മനസ്സിലായി ആ ഒരു പാമ്പുകളെയൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് ഇവനിപ്പോൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യേണ്ടി വന്നതെന്ന്. അപ്പോൾ യുഇയുമായിട്ട് റിലേഷൻഷിപ്പിലായതും ഒരുപക്ഷെ അവൻ്റെ അച്ഛനാണെങ്കിൽ നിനക്ക് ഫ്യൂച്ചറിലത്തേക്ക് ഒരു പെൺകുട്ടി കൂടെ വേണ്ടേ, അവളെ കണ്ടുപിടിക്കുക എന്നിങ്ങനെ നിർബന്ധിച്ചത് കൊണ്ടായിരിക്കും അവളെയും കണ്ടുപിടിച്ചത്. അവൻ്റെ പാമ്പുകളെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്, അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇത്രയൊക്കെ ചെയ്തത്. ആ ഒരു റിയലൈസേഷൻ ഇപ്പോൾ ഷീഷിയോങ്ങിന് വന്നു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഷീഷിയോങ് ആണെങ്കിൽ ചെങ്ങുമായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ആലോചിക്കുന്നുണ്ട്. അവൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് യുഇയുമായിട്ട് ചെങ്ങ് റിലേഷൻഷിപ്പിലായതിൽ ഞാനാണെങ്കിൽ ചെങ്ങിൻ്റെ അടുത്ത് ഒരു റിവഞ്ചും എടുത്തിട്ട് കാര്യമില്ല, ചെങ്ങിൻ്റെ അടുത്ത് സത്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഷീഷിയോങ് ചെങ്ങിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. ഇതേസമയം ചെങ്ങിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഡ്രിങ്ക് ചെയ്ത് ഭയങ്കര ചിന്തയിലിരിക്കുകയായിരുന്നു. ഷീഷിയോങ് ചെന്നിട്ട് ഡോറി തട്ടുമ്പോൾ ചെങ്ങ് ഓപ്പൺ ചെയ്യുന്നില്ല. സൈഡിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും ചെങ്ങ് അകത്തിരിക്കുന്ന ഇവൻ കാണുന്നുണ്ട്. അങ്ങനെ ഷീഷിയോങ് തന്നെ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ നീ നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷീഷിയോങ് എന്തോ പറയാനായിട്ട് വരുന്നുണ്ട്, കാരണം ആ സത്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് തീരുമാനിച്ച് വന്നേക്കാണ്. പക്ഷേ ആ സംസാരിച്ച് തുടങ്ങുന്നതും ചെങ്ങാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് നിന്നോടല്ലേ പറഞ്ഞത്, പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷീഷിയോങ്ങിന് ദേഷ്യം വന്നിട്ട് ഞാൻ പോകത്തില്ല, നീ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ എഴുന്നേറ്റ് ഷീഷിയോങ്ങിൻ്റെ കൈ പിടിച്ച് അവനെ പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഷീഷിയോങ്ങിൻ്റെ തല അവിടെ സൈഡിൽ ഡോറിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ചെന്ന് ഇടിക്കുന്നുണ്ട്. പെട്ടെന്ന് ടെൻഷനായിട്ട് ചെങ്ങാണെങ്കിൽ
സോറി എന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഒന്ന് വീട്ടിലേക്ക് പോ, നാളെ രാവിലെ ഉണ്ടെങ്കിൽ നിൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവനെ പുറത്തേക്ക് വിടുന്നുണ്ട്. ചെങ്ങ് ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ശീശവും പോകുന്നുണ്ടായിരുന്നില്ല. ശീശവും അവിടെ പുറത്ത് അവനും ഒരുമാതിരിയായിട്ട് അങ്ങ് നിൽക്കുകയാണ്. ആ സമയം പെട്ടെന്ന് ചെങ്ങ് ഡോറ് തുറന്ന് അവനകത്തേക്ക് വിളിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെങ്ങിൻ്റെ ഇപ്പോൾ ബാക്കിയുള്ള ഒരേ ഒരു പാമ്പ്, ആ പാമ്പിനെ വെച്ചേക്കുന്ന ആ ഒരു ബോക്സിൻ്റെ സൈഡിലായിട്ട് സോഫയുടെ അവിടെ ഇവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ചെങ്ങ് എന്നിട്ട് പറയുന്നുണ്ട്, 6 വർഷം മുമ്പാണ് അവൻ എനിക്ക് ഈ ഒരു പാമ്പിനെ കൊണ്ട് തന്നത്. അതാണെങ്കിൽ അവൻ ഓർമ്മയുണ്ടോയെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ട്. ഈ അവനെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റാരെയല്ല, വാങ് ഷുവാവോനെ ആണ്. വാങ് ഷുവാവോനെ കുറിച്ചിട്ടുള്ള കാര്യം ജിയാങ് മനസ്സിലാക്കിയിട്ട് ഇവന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ ആരെക്കുറിച്ചാണ് ചെങ്ങ് പറയുന്നതെന്ന് ശീശോ അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ശീശോയും ചോദിക്കുന്നുണ്ട്, നീയോ അവനും എത്ര വർഷം റിലേഷൻഷിപ്പിലായിരുന്നു എന്ന്. ആ സമയം 3 വർഷം റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് പറയുമ്പോൾ ശീശോ അങ്ങ് ആലോചിക്കുന്നുണ്ട്, 3 വർഷം റിലേഷൻഷിപ്പിലായിരുന്നു, ബ്രേക്കപ്പായിട്ടും കുറേ വർഷമായി, എന്നിട്ടും നീയാണെങ്കിൽ അവനെ മറന്നിട്ടില്ല. അപ്പോൾ യുയിയുമായിട്ട് 3 വർഷം റിലേഷൻഷിപ്പിലായിരുന്ന ഞാൻ ഇനി അവളെ എപ്പോൾ മറക്കുമായിരിക്കും എന്നിങ്ങനെ സ്വയം മനസ്സിൽ വിചാരിക്കുവാണ്. ആ സമയം ചെങ്ങ്, നീ എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവത്തില്ല, കാരണം നീയാണെങ്കിൽ സത്യം പറഞ്ഞ പാവമാണ്, നീ ശരിക്കും അടിപൊളിയാണ് ദബാവോ എന്ന് പറഞ്ഞിട്ട് ചെങ്ങാണെങ്കിൽ അവനെ അടുത്തേക്ക് ചേർത്തിരുത്തുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ചെങ്ങിനെ പറ്റിക്കുമായിരുന്നു, റിവെഞ്ചിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ അവന് കുറ്റബോധം തോന്നുന്നുണ്ട്. അവനാണെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ചെങ്ങ് വീണ്ടും ഇന്ന് ഡ്രിങ്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെങ്ങിന് ഓപ്പോസിറ്റായിട്ട് അവൻ ചെന്നിരിക്കുന്നുണ്ട്. ചെങ്ങപ്പോൾ വീണ്ടും അവനും വാങ്ങും തമ്മിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് അവനെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ചും ലൈഫ് ലോങ് കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം എന്തായി അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ചിരി വരുവാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ശീശു അങ്ങ് മനസ്സിൽ പറയുന്നുണ്ട്, ലവിലാകുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഞാനും യുയിയും പരസ്പരം പാരൻസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ കണക്കിലിരിക്കുമ്പോഴാണ് നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയത്. എനിക്കിതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അവൻ ഇങ്ങനെ സ്വയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ കരയാൻ തുടങ്ങുകയാണ്. അത് ശ്രദ്ധിച്ചിട്ട് ചെങ്ങാവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട്, നീ എന്തിനാണ് കരയുന്നത്? എൻ്റെ കാര്യം പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതിനാരാ നിൻ്റെ കാര്യത്തിന് കരഞ്ഞത്? ഞാൻ എൻ്റെ കാര്യം ആലോചിച്ചിട്ടാ കരഞ്ഞതെന്ന് ശീശോ അങ്ങ് തിരിച്ച് പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ നീ എന്താ പാവമാടാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാൽ ശീശോങ്ങിന് അവനാണെങ്കിൽ ചെങ്ങിനെ പറ്റിക്കുമായിരുന്നു എന്നതിൽ കുറ്റബോധം തുടങ്ങുന്നതുകൊണ്ട് തന്നെ അത് പിന്നെ ആക്ച്വലി നീ വിചാരിക്കുന്നില്ലെങ്കിൽ അത്ര പാവമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. എന്നാൽ ചെങ്ങ് കുടിച്ചതുകൊണ്ട് തന്നെ അവൻ്റെ ബോധം പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ജിയാങ്ങിൻ്റെ അവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ടൈമിന് എന്തോ ഒരു കാര്യത്തിന് ഇവർ രണ്ടുപേരും ഇങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയം നമ്മുടെ ശീശു അങ്ങ് വേറെന്താ ആലോചിക്കുന്നുണ്ടിട്ട് ജിയാങ് ആണെങ്കിൽ എന്ത് പറ്റി, നീ എന്താ ചിന്തിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശീശു അങ്ങ് പറയുന്നുണ്ട്, അത് പിന്നെ ആക്ച്വലി യുയി ആണെങ്കിൽ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം ചെങ്ങിന് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓരോ ജോലി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെങ്ങ് അതിൻ്റെ ഇടയിൽ വന്ന് കയറിക്കൊണ്ടിരുന്നില്ലേ, അത് മനഃപൂർവ്വം അവൻ എനിക്കിട്ട് പണി തന്നെയൊന്നും അല്ല. അതാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ തന്നെ വേറെ പോസ്റ്റുകൾ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതൊക്കെ ചെയ്യാൻ കാരണം അവൻ്റെ അച്ഛനാണ്. അവൻ്റെ അച്ഛൻ അവനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവൻ എനിക്കിട്ട് പണി തരുന്നത് നമ്മൾ കരുതല്ല, നമുക്ക് തോന്നിയതാണ്. ആക്ച്വലി യുയി ഞാനും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നുള്ള കാര്യം പോലും അവൻ അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജിയാങ്ങും ഒരുമാതിരി ആവുന്നുണ്ട്. ജിയാങ് അങ്ങനെ ശരിയെന്ന് നമുക്ക് നിർത്തിയാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം, ഞാനാണെങ്കിൽ അറിയാണ്ടാണ് അവൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കാൻ പോയത്, അവനാണെങ്കിൽ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ട് പോലുമില്ല, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഓർത്തിട്ട് അവൻ ശരിക്കും കുറ്റബോധപ്പെടുന്നുണ്ട്. ആ സമയമാണ് യുയി അവനെ കോൾ ചെയ്യുന്നത്. ഈശോ അങ്ങനെ ഇപ്പോൾ പുതിയ ഫോൺ നമ്പറാണ്, എന്നാൽ യുയിയുടെ ഫോൺ നമ്പർ അവന് കാണാതറിയാമെന്ന് തോന്നുന്നു. കാരണം അവൻ പറയുന്നുണ്ട് ഇവക്കെങ്ങനെ എൻ്റെ പുതിയ ഫോൺ നമ്പർ കിട്ടിയെന്ന്. എന്തായാലും അവനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയം ഇവൾ വിളിക്കുന്നത് ഇവനെയാണെന്ന് അവൾക്ക് അറിയത്തില്ലായിരുന്നു. ചെങ്ങ് ഫുൾ ടൈം ആരുമായിട്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്, അവൻ ആരുമായിട്ടാണ് റിലേഷൻഷിപ്പ് ഉള്ളത് എന്തെങ്കിലും അറിയാനായിട്ട് ചെങ്ങിൻ്റെ ഫോണിൽ നിന്ന് അവൾക്ക് കിട്ടിയ നമ്പർ ഇതായിരുന്നു, ഏറ്റവും കൂടുതൽ കോൾ പോയേക്കുന്നത്. അങ്ങനെ അത് നോക്കിയിട്ട് അത് ഏത് പെണ്ണെന്നറിയാനാണ് അവൾ വിളിച്ചത്. എന്നാൽ കോൾ എടുക്കുമ്പോഴത്തേക്കും ഇവനാണെന്ന് മനസ്സിലായിട്ട് അവളാണെങ്കിൽ, നിനക്ക് നാണമില്ലേ, ഞാനാണെങ്കിൽ നല്ലൊരുത്തനുമായിട്ട് ജീവിക്കുന്ന കാണുമ്പോഴത്തേക്കും നിനക്ക് അസൂയാണല്ലേ, നീ എന്തൊക്കെ ചെയ്താലും ശരി ഞാൻ ഇനി നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നീയാണെങ്കിൽ ഇമാതിരി പരിപാടി കാണിക്കുന്നത് നിർത്തിയേക്കാനായിട്ട് പറയുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് അവൻ കോൾ കട്ട് ചെയ്യാണ്. അവന് പിന്നീട് അവളെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളൊരു വാശി വന്നിട്ട് അതവൻ ജിയാങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിയാങ് ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈമിന് അവിടെ പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് അങ്ങോട്ടേക്ക് ചെങ്ങി വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻ്റ് പോയി കഴിഞ്ഞതും ചെങ്ങി വന്നിട്ട് അവൻ്റെ അടുത്ത്, ഞാൻ നിന്നെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകും, നീ എൻ്റെ കൂടെ വരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ജിയാങ് ആണെങ്കിൽ ഇപ്പോൾ വാങ് ഷുവാനെ കുറിച്ചൊന്നും ഇനി അവൻ അറിയേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ അവരറിയാണ്ട് ചെയ്തു പോയ റിവെഞ്ചാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഇനി ചെങ്ങുവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ ചെങ്ങുവിൻ്റെ അടുത്ത് അങ്ങനെ മൈൻഡ് ചെയ്തില്ല. ചെങ്ങുവിന് ഇവനാണെങ്കിൽ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തന്നെ ഉപയോഗിച്ചതെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ മതിയായല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജിയാങ് ആണെങ്കിൽ ഇനി എന്തായി ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്കെല്ലാം അറിയാം, ഞാൻ രണ്ടുപേരും ചെങ്ങിനെ കളിപ്പിക്കുമായിരുന്നല്ലേ എന്നിങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ജിയാങ് ഒന്ന് ഷോക്കായിട്ട് നീ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനവൻ മറുപടി കൊടുക്കുന്നില്ല. അവൻ ജിയാങ്ങിനെ വിളിച്ചുകൊണ്ട് പുതിയൊരു റെസ്റ്റോറൻറ്റ്
ഈ ഇടയ്ക്ക് ഓപ്പൺ ആയത്. അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ജിയാങ് ആണെങ്കിൽ നീ പറ, നീ എന്തായി ഉദ്ദേശിക്കുന്നത്, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, അത് പിന്നെ അറിയാണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്, ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിനൊന്നും അവൻ റിപ്ലൈ കൊടുക്കുന്നില്ല. പകരം അവനാണെങ്കിൽ നീ ഫുഡ് കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ട് അവനെ ഇരുത്തി ഫുഡ് കഴിപ്പിക്കുകയാണ്. കഴിച്ചു നോക്കുമ്പോഴത്തേക്കും ജിയാങ്ങിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവനാണെങ്കിൽ നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും അടിപൊളി ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ എൻ്റെ കമ്പനിയിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതുവഴി നല്ല റെസ്റ്റോറൻറ്റ്സ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. നീ വേണമെങ്കിൽ എന്നോട് വാ, ഞാൻ നിന്നെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ നീ ശരിക്കും എന്നെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ചെങ്ങു നീ എന്നോട് വരൂലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിയാങ് ഡയറക്റ്റായിട്ട് ഒരു മറുപടി അവന് കൊടുക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ജിയാങ്ങും ഷീഷോവും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ജിയാങ്ങിനെ ചെങ്ങു കൊണ്ടുപോയ അതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് അവൻ പാഴ്സൽ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഷീഷോങ്ങിൻ്റെ അടുത്ത് കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ട് അടിപൊളിയായിട്ടില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് കൊള്ളാം, എന്തായാലും ചെങ്ങു നിന്നെ കൊണ്ടുപോയ റെസ്റ്റോറൻറ്റ് നന്നായിട്ടുണ്ട്, കണ്ടിട്ട് നിനക്ക് അവൻ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, ജിയാങ് അങ്ങനെയൊന്നുമില്ല, നീയും ചെങ്ങും തമ്മിലുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു, എല്ലാം ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാനും അവൻ്റെ സംസാരിച്ചിട്ട് 1-2 ദിവസമായി, അവനങ്ങനെ കാണാൻ കിട്ടാറില്ല, ഞാൻ ബിസി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ ബിസി ആയിരുന്നതോ അതോ ആ ഒരു റിവഞ്ച് മാറിപ്പോ എൻ്റെ കുറ്റബോധം കൊണ്ട് നീ അവൻ്റെ അടുത്തേക്ക് പോവാത്തതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഷീഷോങ് ആണെങ്കിൽ അന്ന് അവൻ ഡ്രിങ്ക് ചെയ്തിട്ട് ഞാനുമായിട്ടിരുന്ന് സംസാരിച്ചു. ആ സമയം അവൻ്റെ മുമ്പത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം പിന്നെ അവനും ഞാനും പരസ്പരം സംസാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ് മിക്കവാറും ആ ഒരു കുടിച്ച ടൈമിന് അവനാണെങ്കിൽ ഇതുവരെ ആരെടുത്തും പറയാത്ത പല കാര്യങ്ങളും മനസ്സ് തുറന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെ ഒരു നാണക്കേട് കാരണമായിരിക്കും മിക്കവാറും അവൻ നിന്നെ വിളിക്കാതിരിക്കുന്നതെന്നിങ്ങനെ പറയുന്നുണ്ട്. ഷീഷോങ്ങിൻ്റെ അടുത്ത് അവൻ അങ്ങോട്ട് വിളിക്കാനും പറയുന്നുണ്ട്. ഇതേ സമയം ചെങ്ങിനെ കാണിക്കുമ്പോൾ ഷീഷോങ് തന്നെ വിളിക്കുന്നുണ്ടോ എന്ന് ഓരോ സെക്കൻഡ് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിളിക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ ദേഷ്യം അവൻ്റെ മുഖത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഷീഷോങ് അവനെ കോൾ ചെയ്യുന്നത്. വിളിച്ച ഉടനെ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. ആ സമയം ഷീഷോങ് നീ എന്ത് ചെയ്യുക, തിരക്കിലാണെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അന്ന് നീ ഡ്രിങ്ക് ചെയ്തിട്ട് നിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. എന്നാൽ ശരിക്കും നമ്മുടെ ജിയാങ് പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ ചെങ്ങിന് നാണക്കേടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കോൾ കട്ട് ചെയ്യുന്നതും ജിയാങ്ങും ഷീഷോങ്ങും കൂടെ ചിരിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ അവന് നാണക്കേടാണെന്ന് ജിയാങ് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ കോൾ കട്ടായ ഉടനെ എങ്ങോട്ടോ എഴുന്നേറ്റ് പോകുന്നുണ്ട്. വീണ്ടും അടുത്ത് ഷീഷോങ്ങിനെയും ജിയാങ്ങിനെയും കാണിക്കുമ്പോൾ എങ്ങനെ യുയിനെയും അവനെയും ബ്രേക്കപ്പ് ആക്കാം എന്നാണ് ആലോചിക്കുന്നത്. കാരണം അവനാണെങ്കിൽ യുയിയുടെ അടുത്ത് ഇപ്പോഴും ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അത്ര എളുപ്പത്തിൽ വിടാനായിട്ട് അവൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഷീഷോങ് ആണെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതായത് അവൻ്റെ അച്ഛൻ അവനെ ഫോഴ്സ് ചെയ്തത് കൊണ്ടാണ് അവൻ കമ്പനി ഏറ്റെടുത്തതും യുയി എന്ന് പറഞ്ഞൊരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് റിലേഷൻഷിപ്പിലായത് തന്നെ. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു പാമ്പുകളെ തിരിച്ച് കിട്ടുന്നവരെ അവനിപ്പോൾ എന്നെ ഇഷ്ടമാണെങ്കിൽ പോലും അവൻ യുയിയുമായിട്ട് ബ്രേക്കപ്പ് ആവാൻ തയ്യാറാവത്തില്ല എന്ന്. ആ സമയം ജിയാങ് പിന്നെ എന്ത് ചെയ്യും, അവനാണെങ്കിൽ യുയിനെ അവൻ്റെ പാമ്പുകളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും വിട്ടു കൊടുക്കത്തില്ല. കാരണം അവൻ്റെ അച്ഛനാണെങ്കിൽ അവൻ്റെ പാമ്പുകളെ തിരിച്ചു കൊടുക്കണമെങ്കിൽ അവൻ്റെ അച്ഛൻ പറയുന്ന വാക്കുകൾ അവൻ അനുസരിക്കണമെന്ന് നീ പറഞ്ഞു. അപ്പോൾ അവനാണെങ്കിൽ യുയിയുമായിട്ട് ബ്രേക്കപ്പ് ആവണമെങ്കിൽ അവൻ്റെ പാമ്പുകളെ വിട്ടുകൊടുക്കാൻ തയ്യാറാവണമെന്ന് പറയുന്നുണ്ട് ഷീഷോങ്. അപ്പോൾ അവൻ ഇത്രയും സ്നേഹിച്ച് വളർത്തുന്ന ആ പാമ്പുകളെ എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറാവത്തില്ല. സോ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അവരെ തമ്മിൽ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ബ്രേക്കപ്പ് ആക്കാനാണെന്നിങ്ങനെ പറയാണ് ജിയാങ്. അപ്പോൾ നിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഷീഷോങ് ആണെങ്കിൽ യുയിക്ക് ഏറ്റവും പേടിയുള്ള സാധനം എന്താണെന്ന് നിനക്കറിയാവോ, പാമ്പാണ്. എന്തായാലും ഇപ്പോൾ ചെങ്ങിൻ്റെ കയ്യിൽ ഉള്ള ഒരേ ഒരു പാമ്പ് അത് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ പാമ്പാണ്. അതിനെന്തായാലും അവൾ ഒഴിവാക്കാനായിട്ട് എപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. സോ നമ്മളിൽ ചെയ്യാൻ പോകുന്നത് അവൾക്ക് അതിനെ ഒഴിവാക്കാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കും. എന്നാൽ അവൾ അതിനെ എന്തെങ്കിലും ചെയ്യുന്ന ടൈമിന് ഞാൻ ചെന്ന് രക്ഷിക്കും. അവളാണെങ്കിൽ അതിനെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം ചെങ്ങെങ്ങാനും ഇറങ്ങി കഴിഞ്ഞാൽ അവൾ ആ സമയം ഔട്ടാണെന്ന് പറയുന്നുണ്ട് ജിയാങ്. അപ്പോൾ അതിനുള്ള വഴി എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷീഷോങ് ആണെങ്കിൽ അവൻ വാങ്ങിച്ച പാമ്പുകളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫാമിൽ അവൻ നിൽക്കുന്ന ടൈമിൽ അങ്ങോട്ടേക്ക് അവനെ മീറ്റ് ചെയ്യാനായിട്ട് ചെങ്ങ് വരുന്നുണ്ട്. അങ്ങനെ ചെങ്ങുമായിട്ട് സംസാരിക്കുന്ന ടൈമിൽ ചെങ്ങ് ചോദിക്കുന്നുണ്ട്, നിനക്ക് കിട്ടിയ പാമ്പിൻ്റെ മുട്ടയെല്ലാം നീ മാർക്കറ്റിൽ കൊടുത്തോന്ന്. ആ സമയം ഇല്ല, ഈ വർഷം എന്തോ വില ഭയങ്കര കുറവാണ്, സോ ഞാൻ അതിനൊന്നും കൊടുത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങ് മനസ്സിൽ പറയുന്നുണ്ട്, നീ എന്നെയാണോ പറ്റിക്കാൻ നോക്കുന്നത്, മാർക്കറ്റിൽ എത്രയാണ് വിലയെന്ന് എനിക്ക് അറിഞ്ഞൂടെന്ന് കരുതിയിട്ടാണോ നീ ഇങ്ങനെ പറയുന്നതെന്ന് അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഷീഷോ അങ്ങ് അവൻ്റെ മനസ്സിൽ നിനക്ക് മൈൻഡ് ഗെയിംസ് കളിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവനാണെങ്കിൽ ഷീഷോങ്ങിനെ വിളിച്ചുകൊണ്ട് പാർക്ക് പോലത്തെ സ്ഥലത്തേക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു. നടക്കുന്ന ടൈമിന് ചെങ്ങാണെങ്കിൽ ഷീഷോങ്ങിൻ്റെ കൈ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഷീഷോങ് മാറി നടക്കുകയാണ്. ചെങ്ങപ്പോൾ ഷീഷോങ്ങിൻ്റെ അടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ മുടിയൊക്കെ ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് ചെങ്ങിനെ നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എത്ര പെട്ടെന്നാണ് ഞാനും യുയും തമ്മിൽ ബ്രേക്കപ്പായിട്ട് ഒത്തിരി നാൾ കടന്നുപോയത്. ആദ്യമൊക്കെ എങ്ങനെയെങ്കിലും അവളെ മറക്കണം അല്ലെങ്കിൽ തിരിച്ചു പിടിക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴോ
എന്തൊക്കെയോ നടക്കുന്നതല്ലേ, എന്തൊക്കെയോ ലോകം ചെയ്തു കൂട്ടുന്നത് എന്നിങ്ങനെ അവൻ സ്വയം പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നേരത്തെ കാണിച്ചൊരു സീനിൻ്റെ സംഭവമാണ്. ചെങ്ങിയുവാണെങ്കിൽ ജിയാങ്ങിനെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫുഡ് ജിയാങ്ങിന് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ചെങ്ങിയുവാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് അവൻ്റെ കമ്പനിയിലുള്ള ആരെയും വിളിച്ചിട്ട് നീയാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഇവിടെയുള്ള ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഇടുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടുപിടിച്ച് എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും കൂടെ കാണിച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. നെക്സ്റ്റ് എപ്പിസോഡ് ഇതുവരെ റിലീസായിട്ടില്ല. അത് റിലീസായ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.